നിനക്ക് എന്നോട് എന്തിനാണ് ഇത്ര പക? ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ഇതിന് മാത്രം ചെയ്തത്? സത്യ അലറി. ജീവ, നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. പറയേ, എനിക്ക് ഇതിനുള്ള മറുപടി ഇപ്പൊ വേണം. എന്താണ് നിനക്ക് എന്നോടുള്ള പ്രശ്നം? നിന്നോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നീയാണ് നിന്റെ മാനേജറിനെ പറഞ്ഞു വിട്ട് നീയുമായി ഒരു കല്യാണ അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പണം തരാന്ന് പറഞ്ഞത്. നിനക്ക് എങ്ങനെ അറിയായിരുന്നു എനിക്ക് പണം ആവശ്യമുണ്ടെന്ന്? എന്താണ് നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? പറയേ ജീവ. അലറി കരഞ്ഞുകൊണ്ട് ജീവയോട് ചോദിച്ചു. പക്ഷേ ജീവ അപ്പോഴും ആ മുറിയിലെ സോഫയിൽ ഒരു ഭാവമാറ്റവും ഇല്ലാതെ തന്നെ ഇരിക്കുകയായിരുന്നു. ജീവ സിനിമ ഇൻഡസ്ട്രിയിലെ യങ് സൂപ്പർ സ്റ്റാർ ആണ്. സത്യ ഒരു എന്റർടൈൻമെന്റ് ചാനലിലെ റിപ്പോർട്ടറും. പരസ്പരം തമ്മിൽ മനസ്സിലാക്കാതെയും കൂടുതലൊന്നും അറിയാതെയുമുള്ള എടുത്തുപിടിച്ചുള്ള കല്യാണമായിരുന്നു രണ്ടുപേരുടെയും. പക്ഷേ ജീവയ്ക്കൊരു കുട്ടിയെ വേണമെന്ന എഗ്രിമെന്റിലാണ് ഈ വിവാഹം നടന്നത്. എന്നാൽ കൂടി ജീവയുടെ സത്യയോടുള്ള പെരുമാറ്റം എന്തോ പ്രതികാരം വെച്ച് പുലർത്തുന്നതായിരുന്നു. കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ ഓരോ തവണയും ജീവയുമായി അടുത്തിടപഴകുമ്പോഴും സത്യയ്ക്കത് ഫീൽ ചെയ്തു. ആദ്യ രാത്രിയിലെ അവന്റെ പെർഫോമൻസ്, അത് കഴിഞ്ഞുള്ള ഭീഷണി, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ട് പോലും സിനിമാ സെറ്റിൽ വെച്ചുള്ള ജീവയുടെ പരിഹാസം, ഇപ്പോൾ ദാ കാജലിനൊപ്പം ചേർന്നുള്ള കളിയാക്കൽ, എല്ലാം കൂടി ആയപ്പോൾ അതൊക്കെയും സത്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാം കൂടി പരിധി വിട്ടപ്പോഴാണ് സത്യ അലറിക്കൊണ്ട് ജീവയോട് ചോദിച്ചത്. എന്നാൽ ആദ്യമൊന്നും അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവൻ സത്യയ്ക്കൊരു മറുപടി കൊടുക്കാനായി തയ്യാറായി. നിനക്കറിയില്ല അല്ലേ ഞാൻ എന്താണ് ഇങ്ങനെ ആയി പോയതെന്ന്? ജീവ തിരിച്ചലറിക്കൊണ്ട് സത്യയോട് ചോദിച്ചു. ജീവയുടെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം സത്യയെ ഒന്ന് പേടിപ്പിച്ചു. പക്ഷെ അവൾ ഒന്നും തന്നെ പുറത്തു കാണിച്ചില്ല. അവൾ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നു. ജീവ വീണ്ടും ദേഷ്യത്തിൽ തന്നെ സത്യയോട് ചോദിച്ചു. ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നിനക്കെന്താ ഉത്തരം മുട്ടിപ്പോയോ? വായ തുറക്ക്. സത്യയ്ക്ക് ഇത്തവണ പേടി പുറത്തു കാണിക്കാതെ ഇരിക്കാനായില്ല. അവൾ ഭയത്തോടുകൂടി മറുപടി പറഞ്ഞു. നീ എന്തിനാ ജീവ ഇങ്ങനെ അലർന്നത്? നിനക്ക് ഒരിക്കലും മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലേ? നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ റൂഡായി പെരുമാറുന്നത്? ജീവ പുച്ഛത്തോടെ ചിരിക്കുന്നു. റൂഡ്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സത്യ. നീ കാരണമാ ഞാൻ ഇങ്ങനെ ആയത്. ഞാനോ? ആശ്ചര്യത്തോടെ സത്യ ജീവയോടായി ചോദിച്ചു. അതെ, നീ തന്നെ. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത്രയും നിസ്സാരമായിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കാൻ സാധിക്കുന്നു? ഞാനോ? ഞാൻ എന്ത് ചെയ്തു? നിന്നോട് ഞാൻ എന്ത് ചെയ്യാൻ? സത്യയ്ക്ക് മൊത്തത്തിൽ കിളിമാറിയ അവസ്ഥയായി. നീ എന്ത് ചെയ്തെന്നോ? ശരിക്കും സിനിമയിൽ വരേണ്ടിയിരുന്നതും സൂപ്പർ സ്റ്റാർ ആവേണ്ടിയിരുന്നതും നീയാ, ലേഡി സൂപ്പർ സ്റ്റാർ. സത്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ തുടർന്നു. നിന്നോട് 8 വർഷം മുന്നേ ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോ നീ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പ്രണയാഭ്യർത്ഥനയോ? നീയോ? എന്നോടോ? ഓ, നിനക്ക് അതും ഓർമ്മയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? കൊള്ളാം. ജീവ ഉറക്ക പൊട്ടിച്ചിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, നീയാ ശരിക്കും സിനിമയിലേക്ക് എത്തി സൂപ്പർ സ്റ്റാർ ആവേണ്ടിയിരുന്നതെന്ന്. എന്റെ ജീവ, എനിക്ക് സത്യമായി ഒന്നും ഓർമ്മയില്ല. നിന്നെ ആദ്യമായി കാണുന്നത് തന്നെ നിന്റെ സിനിമയിലൂടെയാ, അല്ലാതെ നിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെയാ നിന്റെ ഈ പ്രണയാഭ്യർത്ഥന. ജീവ പെട്ടെന്ന് ചിരി നിർത്തി ക്രൂരമായി സത്യയെ നോക്കുന്നു. നിനക്ക് ഒന്നും ഓർമ്മയില്ല അല്ലേ? ശരി, പിന്നെന്തിനാ നീ എന്റെ മാനേജർ കൊണ്ടുവന്ന വിവാഹ എഗ്രിമെന്റ് സമ്മതിച്ചത്? വെറും പണത്തിന് വേണ്ടി മാത്രമാണോ? പറയ് സത്യ, പറയാൻ. ജീവയ്ക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു. അതെ ജീവ, നിന്റെ മാനേജർ ഈ കല്യാണ എഗ്രിമെന്റുമായി വന്നപ്പോ എനിക്ക് പണത്തിന് നല്ലതുപോലെ ആവശ്യം ഉണ്ടായിരുന്നു. പണം തന്നെയായിരുന്നു എന്റെ ആവശ്യം. പക്ഷെ ഞാൻ കരുതിയത് ഈ ഒരു എഗ്രിമെന്റ് എന്റെ ജീവിതം തന്നെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്ന. പക്ഷെ ഇങ്ങനൊരു ജീവിതമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതിയില്ല. ജീവ പുച്ഛത്തോടെ ചിരിക്കുന്നു. നിന്റെ ജീവിതം മാറി മറിയാൻ പോകുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഈ ജീവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്റെ പക എന്താണെന്ന്. പക്ഷെ എന്തിന് ജീവ, എന്തിനാണ് എന്നോട് ഈ പക? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ അറിയില്ലായിരുന്നു, ഇപ്പോഴും അറിയില്ല. നിന്റെ മാനേജർ എഗ്രിമെന്റുമായി വന്നപ്പോ പണം തന്നെയായിരുന്നു എന്റെ മുന്നിലുള്ള ലക്ഷ്യം. എനിക്ക് നിന്റെ ഈ പണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം എന്റെ അനിയൻ ഹോസ്പിറ്റൽ ബെഡിൽ മരണം കാത്തു കിടക്കുകയാണ്. പണത്തിന് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ഈ എഗ്രിമെന്റിന് തയ്യാറായത്. അല്ലാതെ സത്യമായി എനിക്ക് നിന്നെ അറിയില്ല. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നും അറിയില്ല. ജീവ പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുന്നു. നിനക്കറിയില്ല, അന്നും ഇന്നും ഒന്നും തന്നെ അറിയില്ല. നിനക്കെല്ലാം ഉടനെ മനസ്സിലാവും. നീ എനിക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങളെല്ലാം തന്നെ നിനക്കും ഞാൻ ഉണ്ടാക്കിയിരിക്കും. എന്റെ പകയിൽ നീറി എരിയുമ്പോ നീ എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങളെല്ലാം തന്നെ നിനക്കും ഞാൻ ഉണ്ടാക്കും. നീ അറിയും ഞാൻ ആരാണെന്ന്. നിന്നോട് എനിക്ക് പ്രണയമായിരുന്നു ഒരു 8 വർഷം മുന്നേ. പക്ഷേ ആ പ്രണയം എന്റെ എല്ലാം നശിപ്പിച്ചു. ഇന്നെനിക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടതെല്ലാം നിന്നോട് ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തി കഴിഞ്ഞ നിമിഷം മുതൽ നഷ്ടമായി തുടങ്ങി. ഇന്ന് ഞാൻ അനാഥനാ. നിന്നോടുള്ള പ്രണയം എനിക്കെല്ലാം നഷ്ടപ്പെടുത്തി. ആ വേദന ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അതിന് തുല്യമായ വേദന നീയും അറിയും. നിന്നെ ഞാൻ അറിയിക്കും സത്യ. ജീവ ഉച്ചത്തിൽ ചിരിച്ചു. ജീവ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഞാൻ എങ്ങനെയാണ് കാരണക്കാരിയാവുന്നത്? എനിക്കൊന്നും തന്നെ അറിയില്ല. നീ വിശ്വസിക്കേ. നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? എന്തിന്?
അതിന്റെ ആവശ്യം എന്താ? നീ ആരാ? ഏതോ ഒരുത്തി, പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവൾ. അത് കേട്ടതും സത്യയ്ക്ക് നിയന്ത്രണം വിട്ടു. ജീവ, നീ ഇനി ആ വർത്തമാനം പറയരുത്. ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളല്ല. എനിക്ക് ഈ പണം എന്തിനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ജീവ പരിഹാസം നിറഞ്ഞ ചിരിയോടുകൂടി തുടരുന്നു. മതിയടി, നിന്നെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ കുറെ ന്യായം കാണും. പണം ഉണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറെ കണ്ണീര് കഥകളുമായി ആളുകളെ പറ്റിക്കാൻ ഇറങ്ങും. ഏയ്, നീ കരഞ്ഞു തീർക്കരുത്. ഈ കണ്ണുനീരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വച്ചോ, ആവശ്യം വരും. ഈ 2 ദിവസം കൊണ്ട് നീ അനുഭവിച്ചതൊന്നും അല്ല, ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജീവ, നീ എനിക്ക് ഒന്ന് വ്യക്തമാക്കിത്താ. നിന്റെ നഷ്ടങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് കാരണമാവുന്നത്? അതറിയണമെങ്കിൽ നീ പോയിട്ട് പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്ത് നെഞ്ചകമേ കേൾക്ക. ഒപ്പം ഇതുപോലെ പ്രമാദമായതും ആവേശകരമായതുമായ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം പോക്കറ്റ് FM-ൽ. പോക്കറ്റ് FM ഓഡിയോ സീരീസ് ഡൗൺലോഡ് ദ ആപ്പ് നൗ.